ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുതിർന്ന പൗരന്മാർക്കുള്ള സുരക്ഷിതവും ലാഭകരവുമായ നിക്ഷേപങ്ങൾ വിശദമായ വിശകലനം. 60 വയസ്സ് കഴിഞ്ഞവർക്ക് സാമ്പത്തിക സുരക്ഷ ഒരു പ്രധാന വിഷയമാണ്. വിരമിക്കലിന് ശേഷം സ്ഥിരമായ ഒരു വരുമാനം ഉറപ്പാക്കാൻ മുതിർന്ന പൗരന്മാർ നിക്ഷേപത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ സർക്കാർ മുതിർന്ന പൗരന്മാർക്ക് നിരവധി നിക്ഷേപ പദ്ധതികൾ നൽകുന്നുണ്ട്. ഈ പദ്ധതികൾ സുരക്ഷിതവും ലാഭകരവുമാണ്. മുതിർന്ന പൗരന്മാർക്ക് അനുയോജ്യമായ നിരവധി നിക്ഷേപ പദ്ധതികളുണ്ട്. ഓരോ പദ്ധതിയുടെയും സവിശേഷതകൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. 1. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം SCSS. ആർക്കാണ് അനുയോജ്യം? 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും. കാലാവധി 5 വർഷം. പരമാവധി നിക്ഷേപം 30 ലക്ഷം രൂപ. പലിശ 8.2%. നിലവിലെ നിരക്ക്. പ്രത്യേകതകൾ: 55 വയസ്സിൽ വിരമിക്കുന്നവർക്കും അവസരം. മാസത്തിലൊരിക്കൽ പലിശ ലഭിക്കും. കാലാവധിക്ക് മുമ്പ് പിൻവലിക്കാം, എന്നാൽ പലിശയിൽ കുറവ് വന്നേക്കാം. 2. കിസാൻ വികാസ് പത്ര KVP. ആർക്കാണ് അനുയോജ്യം? എല്ലാവർക്കും. കാലാവധി 115 മാസം, ഏകദേശം 9 വർഷം 7 മാസം. പരമാവധി നിക്ഷേപം പരിധിയില്ല. പലിശ 7.5%. നിലവിലെ നിരക്ക്. പ്രത്യേകതകൾ: നിശ്ചിത കാലയളവിൽ നിക്ഷേപം ഇരട്ടിയാകും. പലിശ വാർഷികമായി സംയോജിക്കും. 3. പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി POMIS. ആർക്കാണ് അനുയോജ്യം? എല്ലാവർക്കും. കാലാവധി 5 വർഷം. പരമാവധി നിക്ഷേപം സിംഗിൾ അക്കൗണ്ട് 9 ലക്ഷം, ജോയിന്റ് അക്കൗണ്ട് 15 ലക്ഷം. പലിശ 7.4%. നിലവിലെ നിരക്ക്. പ്രത്യേകതകൾ: പ്രതിമാസം വരുമാനം ലഭിക്കും. മൂലധനം സുരക്ഷിതം. 4. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് NSC. ആർക്കാണ് അനുയോജ്യം? എല്ലാവർക്കും. കാലാവധി 5 വർഷം. പരമാവധി നിക്ഷേപം പരിധിയില്ല. പലിശ 7.7%. നിലവിലെ നിരക്ക്. പ്രത്യേകതകൾ: പലിശ വാർഷികമായി സംയോജിക്കും. മൂലധനം സുരക്ഷിതം. ഏത് പദ്ധതിയാണ് നിങ്ങൾക്ക് അനുയോജ്യം? ഏത് പദ്ധതി തിരഞ്ഞെടുക്കണമെന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും വിലയിരുത്തുക. നിങ്ങളുടെ ആവശ്യങ്ങൾ: എത്ര തുക നിക്ഷേപിക്കാൻ തയ്യാറാണ്, എത്ര കാലത്തേക്ക് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിവ പരിഗണിക്കുക. റിസ്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പ്: നിങ്ങൾക്ക് ഉയർന്ന റിട്ടേൺ ആവശ്യമെങ്കിൽ അല്പം റിസ്ക് എടുക്കേണ്ടി വന്നേക്കാം. പലിശ: ഏറ്റവും കൂടിയ പലിശ നിരക്ക് നൽകുന്ന പദ്ധതി തിരഞ്ഞെടുക്കാം. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഓരോ പദ്ധതിയെക്കുറിച്ചും വിശദമായി പഠിക്കുക. ഒരു ധനകാര്യ ഉപദേഷ്ടാവിന്റെ സഹായം തേടുക. അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ സന്ദർശിച്ച് വിശദമായ വിവരങ്ങൾ ശേഖരിക്കുക. നിക്ഷേപത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ: സുരക്ഷ: സർക്കാർ പദ്ധതികൾ സുരക്ഷിതമാണ്. ഉയർന്ന പലിശ നിരക്ക്. ആവശ്യമെങ്കിൽ പണം പിൻവലിക്കാം. നികുതി ആനുകൂല്യങ്ങൾ: ചില പദ്ധതികൾക്ക് നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കും. മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ നിക്ഷേപം അനിവാര്യമാണ്. മുകളിൽ പറഞ്ഞ പദ്ധതികളിൽ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തീരുമാനിക്കാൻ നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, റിസ്ക് എടുക്കാനുള്ള കഴിവ് എന്നിവ കണക്കിലെടുക്കുക. ഒരു ധനകാര്യ ഉപദേഷ്ടാവിന്റെ സഹായം തേടുന്നതും നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.